ഇതുണ്ടോ ഈ നിൽക്കുന്നത് നമ്മുടെ കടുകാണ്. ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് കടുക് നേരത്തെ എടുത്ത് ചുമ്മാ ഒന്ന് വിതറി നോക്കിയാൽ കിളുക്കുമോ എന്നറിയാൻ വേണ്ടി. പക്ഷേ കിളുത്ത് ഇതുണ്ടോ മിക്കവാറും എല്ലാം മൊട്ടും ഒക്കെ ആയി. കുറേ എണ്ണത്തെ ഇങ്ങനെ ചെറിയ പൂവൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ചെറിയ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു മുട്ടുമൊക്കെയാണ്. ഇത് ഇനി ബാക്കി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കടുക് ഇത് എൻ്റെ ഈ സ്ഥലം എന്ന് പറയുന്നത് കോട്ടയാണ്. കോട്ടത്തൊക്കെ ഇതുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. വെറുതെ ഒന്ന് ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെ ഇട്ട് നോക്കിയെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിന് മഴയുള്ള സമയമാണോ വെയിലുള്ള സമയമാണോ ഇതിൻ്റെ കൃഷി ഇതൊന്നും എനിക്കറിയത്തില്ല. ചുമ്മാ എനിക്ക് കുറേ ക്യാബേജിൻ്റെ വിത്ത് കിട്ടി. അന്നേരത്തെ അത് ഏതാണ്ട് ഞാൻ നോക്കിയപ്പോൾ ഈ കടുക് പോലെ ഇരിക്കുന്നത്. അപ്പോൾ ക്യാബേജ് ഇട്ട സമയത്തിന് വെറുതെ കുറച്ച് കടുകും കൂടെ ഇട്ട് നോക്കി. എന്താണെങ്കിലും കിളിർത്ത് വന്നിട്ട് എല്ലാം കുറേ വലുതായി. ഇപ്പം മൊട്ടും പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. അതിൽ നമുക്ക് നോക്കാം. നമുക്ക് വേറെ മുടക്കൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം. എല്ലാം നിറയെ എല്ലാത്തിലും മൊട്ടൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്ക് കുറേ ക്യാബേജ് അങ്ങനെ കോളിഫ്ലവർ അതുമെല്ലാം ഉണ്ട്. അതും ഇതുപോലെ തന്നെ എല്ലാം കിളുക്കുകയൊക്കെ ചെയ്ത് അതും നമ്മളിവിടെ ഉണ്ടാവുമെന്ന് എനിക്കൊന്ന്. ഇപ്പോൾ ഇതെല്ലാം കടുക് കേട്ടോ. ഞാൻ ക്യാബേജൊക്കെ അങ്ങപ്പുറത്തുണ്ട്. ഞാൻ കാണിക്കാം. അത് വേറെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തൊട്ട് ഇങ്ങപ്പുറത്ത് നിൽക്കുന്ന ഇതെല്ലാം കോളിഫ്ലവറാണ്. കുറച്ചേ ഉള്ളൂ. കോളിഫ്ലവറും ഉണ്ട്, അതുപോലെ തന്നെ ക്യാബേജും ഉണ്ട്, പിന്നെ നമ്മുടെ ക്യാരറ്റ് ഇതെല്ലാം ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. അതും ഇതിൻ്റെ വിത്ത് പാകിയപ്പോഴത്തേക്കുമാണ് കടുക് പോലെ ഇരുന്നപ്പോൾ ഞാൻ വെറുതെ കടുകും കൂടെ എടുത്ത് പാകിയത്. ഇതിപ്പം ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയൊക്കെ നമ്മളിതിൻ്റെ വിത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഇത് ക്യാരറ്റാണ്, ഈ ബന്ദിച്ചെടിയുടെ ഇല പോലെ ഇരിക്കുന്നത്. അതൊക്കെ ഇവിടെ ഉണ്ടാകുന്ന കേട്ടോ. ഞാൻ നേരത്തെ കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ എല്ലാം കൃഷി ചെയ്തതാണ്. ഈ ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ആ മാസങ്ങളിലാണ് ഇതിൻ്റെ വിളവെടുക്കേണ്ടത്. കാരണം മഞ്ഞുള്ള സമയത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ചെറുതായിപ്പോവും. അതേ ഉള്ളൂ. ഇതുകൊണ്ട് ഇത് ക്യാബേജാണ്. ഇതിൻ്റെ ഇതുണ്ട്, ഇലയെല്ലാം കൂമ്പി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിന് ഞാൻ പ്രത്യേകിച്ച് മറ്റ് ഈ രാസവളം അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇതിപ്പോൾ എല്ലാം കുഴപ്പമില്ലാതെ ഇങ്ങനെ ആയി വരുന്നുണ്ട് സംഭവം. ഇതുണ്ടോ ഇല കൂമ്പി വരുന്നതുണ്ടോ? അത് ഇനി അടുത്ത ഇലകളെല്ലാം വരുമ്പോൾ ഇങ്ങനെ കൂമ്പി ഇങ്ങനെ വരും. ഞാൻ കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷമൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നു. ഞാൻ ഇതിൻ്റെ സമയമാകുമ്പോഴാണ് ഇതിൻ്റെ വിത്ത് വാങ്ങിച്ചുകൊണ്ട് പാകി കിളിപ്പിക്കുകയാണ്. ഇതിൻ്റെ തൈയും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇഷ്ടംപോലെ തൈ വാങ്ങിക്കാൻ കിട്ടും. ഒരു രസമല്ലേ? വിഷമടിക്കാത്ത നമുക്ക് നല്ല ഇത് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നമുക്ക് വീട്ടിലെടുക്കാമല്ലോ. ഇത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള അത്രേ ഉള്ളൂ. കുറച്ച് പിന്നെ മാറി കുറച്ച് പയറും ഇതുപോലെ തന്നെ വഴുതനയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കാതെ ഇതിനോട് ചേർന്ന് തന്നെയുണ്ട്. അത്യാവശ്യം വീട്ടിലേക്കുള്ള പച്ചക്കറിയൊക്കെ നമുക്കിങ്ങനെ കിട്ടും. ഇത് കണ്ടോ, ഈ ക്യാബേജിൻ്റെയും നമ്മുടെ ഈ കോളിഫ്ലവറിൻ്റെയും ഇലകൾ തമ്മിലേ നോക്കിയാൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വളർന്നു വന്നു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാം. ഓരോന്നും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ക്യാബേജിൻ്റെ ഇല ഇങ്ങനെ കൂമ്പി വരത്തുള്ളൂ. കോളിഫ്ലവറിൻ്റെ അങ്ങനെയല്ല. അത് ഇങ്ങനെ ഒരു തണ്ട് പോലെ ഇങ്ങനെ നീണ്ടിങ്ങ് പോരും. എന്നിട്ടാണ് അതിൽ ചെറിയ ഫ്ലവർ ഇങ്ങനെ ഉണ്ടായി വരുന്നത്. ഉണ്ട്, ഇതെല്ലാം ക്യാബേജാണ്. ക്യാബേജ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഇനി അടുത്ത ഇല വരുമ്പോൾ ഒന്നും അതിനോട് ചേർന്ന് തന്നെ അടുത്തൊക്കെ ഇങ്ങനെ കൂമ്പി വരും. പിന്നെ അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഈ നിൽക്കുന്ന ഇത് കണ്ടോ. ഇത് ക്യാരറ്റാണ്. നമ്മുടെ ബന്ദിച്ചെടിയുടെ ഇല പോലെ തന്നെയല്ലേ ഇരിക്കുന്നതൊക്കെ. അത് ഒരു ഇതിൻ്റെ ചോട്ടിൽ ഒരു ക്യാരറ്റ് വലുത് ഇങ്ങനെ ഉണ്ടായി വരും. നമ്മൾ വളം ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നനയ്ക്കുകയും വേണം. ഞാൻ രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ നനച്ച് കൊടുക്കുക. നമ്മൾ മൂന്നാർ ചെല്ലാൻ ഇഷ്ടംപോലെ കാണാമല്ലോ, വട്ടവടയൊക്കെ. ഞാൻ അവിടെ ഇഷ്ടംപോലെ ഇങ്ങനെ കാണുന്നു. അവിടെ എപ്പോൾ ചെന്നാലും കാണാം. അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഈ വട്ടവട ചെന്ന് കഴിഞ്ഞാൽ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും കൃഷി കാണിക്കാനൊക്കെ അവർ നമ്മളെ അവിടെ നിന്ന് കൊണ്ടുപോകും. ഞാൻ കുറേ പ്രാവശ്യം അങ്ങനെ പോയി കണ്ടതാണ് അതെല്ലാം. ഇതുണ്ട് പയർ. ഞാൻ ഇങ്ങനെ കുറ്റിപ്പയറാണ്. ഈ കുറ്റിപ്പയറാകുമ്പോൾ വേറെ പന്തലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അവിടെ പടർന്നിങ്ങനെ കിടന്നോളും. ഇത് ഈ ബ്രൗൺ നിറമുള്ളൊരു പയറാണ്. അത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ പച്ച അപ്പുറത്ത് നിൽപ്പുണ്ട്. ഇത് ബ്രൗണാണ്. ഇത് കണ്ടോ, ഇപ്പോൾ പറിക്കാറായി കിടക്കുകയാണ്. അപ്പോൾ ഒരുപാടില്ല, കുറച്ച് ഒരു അഞ്ചെട്ട് ചുവട് അത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള എല്ലാം മിക്കവാറുമൊക്കെ കിട്ടും. പിന്നെ ഈ പ്രാണികളൊക്കെ വലിയൊരു ശല്യമാണ്. അതാണ് നമുക്കൊരു വലിയൊരു പ്രശ്നം. ഞാനങ്ങനെ മറ്റ് ഈ കെമിക്കലൊന്നും വിഷങ്ങളൊന്നും മേടിച്ച് സ്പ്രേ ചെയ്യാറില്ല. കഴിയുന്നതും നമ്മുടെ ഈ പഴയ ഈ സോപ്പും പുകലയും എല്ലാം കൂടെ ഇട്ട് എന്താ പറയണ്ടേ, ഒരു ഇതുണ്ടല്ലോ പുകയില കഷായം എന്ന് പറയുന്നത്, അതിങ്ങനെ സ്പ്രേ ചെയ്യും. പക്ഷേ അതെല്ലാം നീക്കത്തില്ല. ഇത് വഴുതനയുണ്ട്, നമ്മുടെ കത്തിരിക്ക ഉണ്ടാകുന്നത് അതൊക്കെ ഉണ്ട്. അതെല്ലാം ഇതുപോലെ വിത്തിട്ട് ഇങ്ങനെ കിളിപ്പിച്ച് ഇങ്ങനെ നിൽക്കുക. ഇതിനെല്ലാം ഞാൻ മിക്കവാറും ചെയ്യുന്ന വളമെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ കടലപ്പിണ്ണാക്കില്ലേ,
ഈ കടലപ്പിണ്ണാക്ക് ഇത് കണ്ടോ, ഞാൻ ഈ വെള്ളത്തിൽ കലക്കിയിട്ട് അത് നല്ലതായിട്ട് കുതിർന്ന് വരുന്ന സമയത്തിന് ഞാൻ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ മണ്ണ് അങ്ങനെ ഇടും. അത് ഒരാഴ്ച അല്ല 2 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ഇടാറുണ്ട്. അതേ ഉള്ളൂ. ഞാൻ അല്ലെങ്കിൽ ചാണകപ്പൊടി, ഇത് രണ്ടും ഞാൻ വളമായിട്ട് കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഞാൻ വളം ഞാൻ ഇങ്ങനെ കലക്കി ഒഴിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം മണ്ണ് ഇട്ട് മൂടണം. ഇതുകൊണ്ട് ഇവനെ എൻ്റെ ഒരു പൂവൻകോഴിയാണ്. ഇവനെ ഞാൻ തൂമ്പ എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവൻ എൻ്റെ കൂടെ ഇങ്ങനെ വരും, ഇവിടെ വന്ന് നിൽക്കും. മറ്റ് ശല്യങ്ങളൊന്നുമില്ല, ഇലയൊന്നും കൊത്തി കളയത്തില്ല. ഇപ്പോൾ ഈ പിണ്ണാക്ക് ഞാൻ ഇവിടെ ഒഴിച്ചതിന് അതിങ്ങനെ നോക്കി കൊത്തുവാണ്, അല്ലാതെ വേറെ ഒരു ശല്യമില്ല ഇവനെ കൊണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് വലയങ്ങ് ഇട്ടിരിക്കുക. ഈ പ്രാണികളൊന്ന് തിന്നുന്നു. 4 സൈഡിൽ ഇങ്ങനെ കമ്പ് വെച്ചിട്ട് ഈ നമ്മൾ കിണറിനൊക്കെ ഇടുന്ന വലയില്ല, അതിട്ട് അങ്ങ് മൂടിയിരിക്കുക, ഈ ക്യാബേജും കോളിഫ്ലവറും എല്ലാം കൂടെ. അന്നേരം ഒരു പ്രാണി ഒരു സാധനം പോലും അകത്തോട്ട് കയറത്തില്ല, ഒരു ഈച്ച പോലും കയറത്തില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഇലയൊക്കെ ഇപ്പോഴും ഈ നല്ല രീതിയിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ അതെല്ലാം വന്ന് തിന്നുകൊണ്ട് പോകും. വന്നിട്ട് നമ്മളിങ്ങനെ നനച്ചു കൊടുക്കുകയും ചെയ്യും ഇടയ്ക്കൂടെ. ഒരു ഇലയ്ക്ക് ഒരു പ്രശ്നമില്ല. ഈ കിണറിനിടുന്ന കിണറ്റ് വലയാണത്, അതിട്ടങ്ങ് മൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല സേഫായിട്ട് അതവിടെ നിൽക്കുകയാണ്. ഇതുകൊണ്ടോ ഇവിടെ നിൽക്കുന്ന ഞാൻ പറഞ്ഞില്ല, ഈ പയർ ഇവിടെ നിൽക്കുന്നതെല്ലാം കുറച്ചേ ഉള്ളൂ, അത് എല്ലാം ബ്രൗണാണ്. അതെല്ലാം ഇതുണ്ടോ, പയർ മിക്കവാറും എല്ലാത്തിലും തന്നെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പറിക്കാറായിട്ടുണ്ട് എല്ലാം. പച്ചയുണ്ട്, പച്ച അപ്പുറത്ത് മാറ്റിയാണ് വെച്ചിരിക്കുന്നത്. ഇത് എല്ലാം കുറച്ചേ ഉള്ളൂ, ഒരു 4-5 ചോട് വീതം നമ്മുടെ ആവശ്യത്തിനുള്ള. ഇത് ഒരു വഴുതന ഞാൻ നേരത്തെ വെച്ച വഴുതനയുടെ കൂട്ടത്തിലുള്ളതാണ്, അതിൽ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പ്രാണിയുടെ ഭയങ്കര ശല്യമാണ് ഈ വഴുതനയ്ക്ക്. ഇതെല്ലാം ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇലയെല്ലാം വന്ന് ഇങ്ങനെ പ്രാണി വന്ന് പിടിച്ച് ഇരിപ്പുണ്ടായിരുന്നു, പുഴു. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ നിർത്തിയാണ്. ഇതെല്ലാം ഉണ്ട്, കായെല്ലാം ആയതാണ്. ഇത് ഈ പ്രാണി വലിയൊരു പ്രശ്നക്കാരനാണ്. നമ്മൾ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും മേടിച്ച് കെമിക്കലൊക്കെ മേടിച്ച് അടിക്കേണ്ടി വരും. ഇതുണ്ട്, ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഞാൻ ഇതുണ്ടോ, ഈ നിൽക്കുന്ന ഒരു രാമച്ചം പറയുന്ന പുല്ലാണ്. നമ്മൾ ഈ വെള്ളം കുടിക്കാൻ വേണ്ടി തിളപ്പിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ വേര് എടുത്ത് ഞങ്ങൾ വെള്ളത്തിലേക്ക് എടുത്തിടുവേ കഴുകിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് വെള്ളത്തിന്. ഇതിങ്ങനെ ഈ പുല്ലിങ്ങനെ വല്ലാതെ പടർന്ന് വരുമ്പോൾ നമ്മളതിന് വേളവശം അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. എന്നിട്ട് ഇത് ഞങ്ങൾ അപ്പുറമെല്ലാം ഇങ്ങനെ പറിച്ച് നടും, അന്നേരം അവിടെയെല്ലാം ആവും. നമുക്ക് വീട്ടിലെ ആവശ്യത്തിനുള്ള രാമച്ചം നമുക്കിങ്ങനെ വെള്ളം തിളപ്പിക്കേണ്ട സമയത്ത് എടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ് അത്. ഇതുകൊണ്ട് ഇതുണ്ടല്ലോ, ഈ ക്യാബേജ് കോളിഫ്ലവറൊക്കെ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, വിഷമൊന്നും ചേരാത്ത. ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഒരു ചട്ടിക്കകത്താണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം വളർത്തിയെടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ.